2.5 വർഷം മുമ്പ് തൃശൂരിൽ ലുലു മാൾ വരുമായിരുന്നു. വൈകുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്ന് യൂസഫ് അലി. തൃശൂർ ജില്ലയിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഇന്ത്യയിൽ ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നും കേരളത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ കേരളത്തിൽ 1ാം സ്ഥാനത്തുള്ള യൂസഫ് അലി പറഞ്ഞു. 2.5 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിക്കേണ്ട തൃശൂർ ലുലു മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായി കേസുമായി മുന്നോട്ട് പോകുന്നതിനാലാണ്. 3000 പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രൊജക്ടാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെത്തിയത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 2.5 വർഷമായി ആ കേസ് മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുലുവിന്റെ മാൾ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് ബിസിനസ്സുകാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശൂർ. കേരളത്തിലെ എല്ലാ അറിയപ്പെടുന്ന ബിസിനസ്സുകാരും തൃശൂരിന്റെ സംഭാവനയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പുതിയ തലമുറയ്ക്കായി തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കരുതിവെക്കുന്ന സാംസ്കാരികപരവും പ്രൊഫഷണൽ പരവുമായ മികവ് എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിസിനസ്സും വളർച്ചയുമായി മുന്നേറുമ്പോഴും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം സദസ്സിലിരുന്ന കുട്ടികളോട് വ്യക്തമാക്കി. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് C പത്മകുമാർ, മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ PV നന്ദകുമാർ, ഇസാഫ് സ്മോൾ ബിസിനസ് ബാങ്ക് MDയും CEOയുമായ K പോൾ തോമസ്, TS അനന്തരാമൻ, V വേണുഗോപാൽ, TS അനന്തരാമൻ, സിജോ പൊന്നാർ, PK ഷാജി എന്നിവർ പങ്കെടുത്ത ചടങ്ങിലാണ് യൂസഫ് അലി ബിസിനസ്സുകാർ നേരിടുന്ന രാഷ്ട്രീയ സമ്മർദ്ദം തുറന്നു പറഞ്ഞത്.